ഹലോ, എന്നൊരു പുതിയ വീഡിയോ ആണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് ക്ലേ മോഡലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലേ മോഡലിനെ ആദ്യം പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ പല തരം കളറുള്ള ക്ലേകളാണ്. അപ്പോൾ ഞാൻ കുറച്ച് വലുതാണ് മേടിച്ചിട്ടുള്ളത്. നമുക്ക് ക്യാഷിനനുസരിച്ച് എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങാം. പിന്നെ ഇതിൻ്റെ ഒരു അച്ചുകൾ, അപ്പോൾ ഇതിൻ്റെ കളറ് ഇത്രയും കളറുകളുണ്ട്, കുറേ കളറുകളുണ്ട് കേട്ടോ. ഒരു കളറ് ഞാൻ നമ്മുടെ ഒരു പാക്ക് പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇപ്പം മഞ്ഞ കവർ കയ്യിൽ നിന്ന്, പക്ഷേ ഇത് കയ്യോറയാണ്. ഞാൻ കുറച്ച് നമ്മൾക്ക് ഇത് വിഷം കാരണം നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമ്മളെ നഖത്തിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ വായിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ ഒരു പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാനൊരു കയ്യറ വാങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യറ ഇല്ലാതെ ഉപയോഗിക്കാം, പക്ഷേ ഞാനൊന്ന് പറഞ്ഞതാണ്. ഞാൻ ചിലപ്പോൾ ഇത് ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട്, കാരണം കയ്യറ ഇടുമ്പോൾ നമുക്ക് നല്ല പ്രോപ്പറായിട്ട് അടിപൊളിയായിട്ട് ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കയ്യറ ചിലപ്പോൾ ഒഴിവാക്കും. എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ കയ്യറ ഇട്ടതാണ്. കയ്യറ ഇടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കയ്യറുണ്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കഴുകിയാൽ മതി. അപ്പോൾ കളറുകൾ പരിചയപ്പെടുത്തി തരാം. ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം, വയലറ്റ് കളറുണ്ട്, അതുപോലെ നീലുണ്ട്, കരിനീലയാണിത്, പച്ച, പിന്നെ നമ്മളുടെ വെണ്ണൂറൻ കളർ എന്നൊക്കെ പറയും, അങ്ങനത്തെ ഗ്രേ കളറാണിത്. പിന്നെ അതുപോലെ പിങ്ക്, റോസ്, പിന്നെ അതുപോലെ ഓറഞ്ച് ഉണ്ട്, വെള്ള, വൈറ്റ് ഉണ്ട്, ഗ്രീന് രണ്ടായിട്ടുണ്ട്, ഗ്രീന്. പിന്നെ അതുപോലെ ബ്ലൂ, വേറൊരു ബ്ലൂ മോഡലുണ്ട്, റെഡ് ഉണ്ട്, ബ്രൗണ്, അതുപോലെ യെല്ലോ, ബ്ലാക്ക് ഞാൻ ഓൾറെഡി അവിടെ പൊട്ടിച്ച് വെച്ചു എന്ന് പറഞ്ഞു. നമുക്ക് എന്നിട്ട് അച്ചുകളെ പരിചയപ്പെടുത്തി തരാം. ഇതൊരു ഇതിൽ നമുക്ക് മേടിക്കുമ്പോൾ അതിലുള്ള അച്ചാണിത്. ഒരു ത്രികോണ ഷേപ്പിലുള്ള ഒരു അച്ചാണിത്. നമുക്ക് ഇത് വേണം, അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ഒരു അച്ച്. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ഇത് വേറൊരു മോഡൽ അച്ചാണ്. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ്. പിന്നെ അതുപോലെ ഒരു സ്റ്റാറിൻ്റെ ഉണ്ട്. പിന്നെ അതുപോലെ വേറൊരു അച്ചാണിത്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഹലോ, പിന്നെ നമ്മുടെ ഈ ക്ലേ മേടിച്ച ആ പാത്രത്തിൻ്റെ ടോപ്പ് അഥവാ മുകൾ ഭാഗത്തുള്ള ഇതിലുള്ള അച്ചുകളാണിത്. വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒന്ന് ത്രികോണാകൃതിയിലുള്ളത്, ഒന്ന് വീടിൻ്റെ ഒരു ഷേപ്പാണിത്, പിന്നെ മറ്റൊന്ന് ചെറിയൊരു ലോറി വണ്ടികൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. ഞാൻ അടുത്തത് നമുക്ക് വീഡിയോയിലേക്ക് കാണാം. ഞാൻ തത്തയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട കളറുകളാണ്, ഒരു പച്ച എടുത്തിട്ടുണ്ട്, ഒരു ചുവപ്പ് എടുത്തിട്ടുണ്ട്, ഒരു കാപ്പി കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രൗൺ അഥവാ കാപ്പി കളർ നമ്മൾ ഒരു റോക്കായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം ആ റോക്കിൻ്റെ മുകളിൽ തത്ത ഇരിക്കുന്ന ഒരു ക്ലേ മോഡലിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലോട്ട് പോവാം. ആദ്യമായിട്ട് നമ്മൾ നന്നായിട്ട് ഇത് എന്ത് ചെയ്യണം, നല്ല മിക്സ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ പാക്കറ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലാണ് കിട്ടുക. ആ പാക്കറ്റ് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്താൽ മാത്രമാണ് അത് നമ്മൾ കരുതിയ പോലെ നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുക. പിന്നെ ഇതിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഒരു മോഡൽ നമ്മുടെ മനസ്സിൽ വേണം, എന്നാലേ നമുക്ക് ഉണ്ടാകാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പ്രയാസപ്പെടും. കാരണം ഇതിപ്പോൾ ഞാനിത് അങ്ങനെ ഇത് ആദ്യം തലഭാഗം ചെറുതായിട്ടൊന്ന് റെഡിയാക്കി. പിന്നെ അതുപോലെ ഈ വയറ് ഭാഗം അഥവാ അതിൻ്റെ ബാക്കിൽ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. മനസ്സിൽ നമ്മൾ തത്തയൊന്നും വേണം, എന്നാലായിട്ട് ഉണ്ടാവുള്ളൂ. ഒരിക്കലും അല്ലാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറ്റാത്തത് എന്നുള്ളൊരു പ്രയാസം വരരുത്. അപ്പം നമ്മളെന്ത് ചെയ്യുക, ഈ ചെയ്യുന്ന കൂടെ തന്നെ നമ്മളെപ്പോഴും ഇതിൻ്റെ ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള പോയിന്റുകളടക്കം നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു തത്തയുടെ ഷേപ്പായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലൊരു കൊക്ക്, ചുവന്ന കൊക്കാണ് തത്തക്ക് ഉണ്ടാവുക. അതുപോലെ 2 കണ്ണുകൾ ഉണ്ടാവുക. അതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ചുവന്ന ക്ലേ ആണിത്. അപ്പോൾ അതിൽ നിന്നും ഞാൻ ചെറിയ 3 പീസ് എടുത്തിട്ടുണ്ട്. 2 കണ്ണിന്, നമ്മൾ കണ്ണിന് ചുവപ്പാണ് തത്തക്ക് സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ അതിന് 2 ചെറിയ പീസും, പിന്നെ ചെറിയ കൊക്കിന് വേണ്ടിയിട്ട് കുറച്ച് വലുതും. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന കൊക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനത്തെ ഒരു ചെറിയ പീസ് ഉരുട്ടി എടുക്കുക. അതിന് ശേഷം ഒന്ന് അമർത്തി കൊടുക്കുക ബാക്കിൽ.
ഇവിടെ ഒന്ന് ഫ്രണ്ടിൽ നിന്ന് അമർത്തി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കൊക്ക് രൂപത്തിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. കൊക്കും ജസ്റ്റ് വളച്ച് കൊടുക്കുക. തലപ്പത്ത് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരും. അത് നമ്മൾ വായയുടെ ഗ്യാപ്പാണ്. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ തത്തയെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എന്താ കറക്റ്റ് തത്തയുടെ ഒരു ഫിഗർ ഇട്ടില്ലെങ്കിൽ നമ്മളൊന്ന് എന്ത് ചെയ്യുക, രണ്ട് കണ്ണിൻ്റെ അവിടെ ചെറിയ എടുത്ത് വെച്ച സാധനം നമ്മളെന്ത് ചെയ്യുക, ചെറുതായിട്ട് ചെറിയ കണ്ണാണ് ഇട്ട് വെച്ച് കൊടുക്കുള്ളൂ. അത് വെച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അപ്പുറത്തെ സൈഡ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും കണ്ണായിട്ടുണ്ട്. ഇനി നമ്മൾ പാറപ്പുറത്ത് ഇരിക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത്. പാറ, ഇതൊരു പാറയാന്ന് സങ്കല്പിക്കുക. അതിൻ്റെ മുകളിൽ ഇയാൾ കൊണ്ടുപോയി ഇരുത്തുകയാണ്. അപ്പോൾ നമ്മുടെ തത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് തത്തേൻ്റെ ഒരു ഷേപ്പായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളെ തത്ത റെഡി ആയിട്ടുണ്ട്. പാറപ്പുറത്ത് ഇരിക്കുകയാണ് ഇയാൾ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത മൃഗങ്ങളും പല ക്ലേ മോഡലും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്